ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്നൊരു സാറ്റർഡേ ആണ്. സോ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഇവിടെ ഞങ്ങൾ പ്രോപ്പറായിട്ട് ഡീപ്പ് ക്ലീനിങ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. എന്നുവെച്ചാൽ മറലടിക്കുക, പിന്നെ അൽറ ചിൽറ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, വിടച്ചേരി തുടയ്ക്കുക, ഇങ്ങനത്തെ പരിപാടികളൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ലായിരുന്നു. അതൊരു വീക്കെൻഡ് ആവാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. സോ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷമുള്ള ഫസ്റ്റ് വീക്കെൻഡ് തന്നെ ക്ലീനിങ്ങിന് വേണ്ടി ചിലവഴിക്കാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു. സോ വെൽക്കം ടു അവർ വീഡിയോ. അശ്വൻ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. ഇന്നെന്താ ബ്രേക്ക്ഫാസ്റ്റ്? വെള്ളയപ്പവും ഗ്രീൻ പീസും. ഇന്നലെ രാത്രി ഞങ്ങൾ വെള്ളയപ്പത്തിൻ്റെ മാവൊക്കെ റെഡിയാക്കി. ഇന്ന് അശ്വൻ്റെ വകയാണ് ബ്രേക്ക്ഫാസ്റ്റ്. നല്ല ഗ്രീൻ പീസ് കുരുമുളകൊക്കെ ഇട്ടതും പിന്നെ വെള്ളയപ്പം. അതിന് മുന്നേ ഞാനൊരു കാപ്പി ഉണ്ടാക്കി കുടിക്കട്ടെ. കാപ്പി റെഡി. സോ ഞാനിപ്പം കിച്ചണാണ് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അത്രയ്ക്ക് ക്ലീനിങ്ങിനൊന്നും ഇല്ല, എന്നാലും എല്ലായിടത്തൊന്ന് വെറ്റ് വൈപ്സ് വെച്ച് തുടയ്ക്കുക, പിന്നെ കുറച്ച് ടിഷ്യൂസ് മാറ്റാനുണ്ട്, അതൊക്കെ ചെയ്യുക. പിന്നെ കുറേ പാത്രങ്ങൾ കഴുകാനുണ്ട്. ഇന്ന് കുക്ക് ചെയ്തതിൻ്റെ ഒക്കെ പാത്രം കഴുകാനുണ്ട്. സോ തുടങ്ങാം. നെക്സ്റ്റ് നമുക്ക് കിച്ചൺ റാക്സ് ക്ലീൻ ചെയ്യണം. ആക്ച്വലി ഇതെനിക്ക് എൻ്റെ ഏച്ചീൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ ടിപ്പാണ്. നമ്മൾ ഈ സ്പൂൺസും കത്തിയൊക്കെ വെക്കുന്ന സ്ഥലത്ത് ടിഷ്യൂ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. എന്ന് വെച്ചാൽ പൊടിയൊന്നും ഉള്ളിലേക്ക് ഇങ്ങോട്ട് പോകില്ലല്ലോ, ടിഷ്യൂ മാത്രം ക്ലീൻ ചെയ്താൽ മതി. ഞങ്ങൾക്ക് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് ആയിട്ടാണ് ഈ വാക്യൂം ക്ലീനർ കിട്ടിയത്. അപ്പം അത് വെച്ചിട്ടാണ് ഫുൾ ക്ലീനിങ്. കുറച്ചുകൂടി എളുപ്പമായി. അടിച്ചു വാരാൻ നമ്മൾ ചൂല എടുത്ത് കഷ്ടപ്പെടുകയൊന്നും വേണ്ടല്ലോ. ഇത് വെച്ചൊരു 4 പ്രാവശ്യം അങ്ങോട്ടും 4 പ്രാവശ്യം ഇങ്ങോട്ടും. ഈ കിച്ചൺ ഉണ്ടല്ലോ ആക്ച്വലി കുറച്ച് ഹൈറ്റിലാണ്. അപ്പം ഞാൻ എപ്പോഴും ഇവിടെ മേലെ എന്തെങ്കിലുമൊക്കെ ക്ലീൻ ചെയ്യാനുണ്ടെങ്കിൽ എപ്പോഴും ഒരു സ്റ്റൂളിൻ്റെ മേലെ കയറി നിന്നിട്ടാണ് ക്ലീൻ ചെയ്യാറ്. ജനലിൽ തുടയ്ക്കുന്ന പരിപാടിയൊക്കെ അശ്വൻ ഏറ്റെടുത്തിരിക്കുന്നു. എവിടെ പോവാ? ഫുൾ വാക്യൂം വെച്ചിട്ടാ ക്ലീനിങ് ഒക്കെ. കിട്ടുന്നുണ്ടോ എല്ലാ പൊടിയും? അത് മൊത്തത്തിലുള്ളതല്ലേ? സോ നമ്മളെ വീടിൻ്റെ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു. അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കി ബാൽക്കണീസൊക്കെ ക്ലീൻ ചെയ്തു. ഉള്ള തുണികളൊക്കെ ഒന്ന് മടക്കി വെക്കാണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. കിച്ചൺ ഡീപ്പ് ക്ലീൻ ചെയ്തു. സോ ഇനിയിപ്പോൾ നമുക്ക് കാറ് ക്ലീൻ ചെയ്യാനുണ്ട്. നമ്മൾ പോയി വന്നതിന് ശേഷം ഫുൾ പൊടി പിടിച്ച് കിടക്കുകയാണ്. സാധാരണ ഞങ്ങൾ ബാംഗ്ലൂരിൽ കവർ ചെയ്ത് വെക്കാറാണ്. ഇവിടെ ഒന്നാമത് പുറത്തൊക്കെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട്. സോ നമ്മളെപ്പോഴും കവർ ചെയ്താണ് വെക്കാറ്. അപ്പോൾ ഇന്നിപ്പോൾ ഓൾറെഡി നമ്മൾ പൊടി പിടിച്ചിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ പിന്നെ എന്തായാലും ഒന്ന് വാഷ് ചെയ്തിട്ട് കവർ ചെയ്ത് വെക്കാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു.
പക്ഷെ നമുക്ക് വാക്യൂം ചെയ്യണം, അത് കഴിഞ്ഞ് കാറ് ക്ലീനിങ്ങിന് കൊടുക്കണം, വാഷ് ചെയ്യാൻ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് നല്ലോണം കവറിട്ട് പൊതിഞ്ഞ് വയ്ക്കാൻ. പിന്നെ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ എടുക്കുകയുള്ളൂ, വല്ല വീക്കെൻഡ്സിൽ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴൊക്കെ എടുക്കുകയുള്ളൂ. സോ നെക്സ്റ്റ് ഇനി കുളിച്ചിട്ട് കാറ് ക്ലീൻ ചെയ്യാൻ കൊടുക്കണം. അതിന് മുന്നേ നമുക്ക് കാറ് പോയി വാക്യൂം ചെയ്യാം. അപ്പോൾ കാറിൻ്റെ അവസ്ഥ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇവിടെ ആരോ കൈ, പിന്നെ ഇവിടെ എന്തോ ലൂപ്പ്, കാറ് മൊത്തത്തിൽ ചള്ളി പിടിച്ച് കിടക്കുക. ക്ലീൻ ചെയ്തിട്ട് കാണാം ഗൈസ്. അങ്ങനെ നമ്മുടെ വാക്വം പരിപാടി കഴിഞ്ഞു. ഇനി പോയി കുളിച്ച് ചായ കുടിച്ചിട്ട് കാർ വാഷിന് പോവാം. സോ സമയം ഇപ്പോൾ ഓൾമോസ്റ്റ് 6:45. ഞങ്ങൾ ചായ കുളിച്ച് റെഡിയായി. അപ്പോഴാണ് കാർ വാഷ് ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും മോളിൽ പോയി കുറച്ച് നേരം കറങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരണം. സോ നമ്മളിപ്പോൾ ഇവിടെ കാർ വാഷിന് കൊടുത്തിട്ട് ഫുഡ് കഴിക്കാൻ പോവുകയാണ് HSR ലേഔട്ടിൽ. സോ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. കാർ വാഷിന് നമ്മൾ യൂഷ്വലി കൊടുക്കുന്ന സ്ഥലത്ത് പോയപ്പം അവർക്ക് 8:30 ക്ലോസ് ചെയ്യുന്നതുകൊണ്ട് ഇന്ന് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മളൊന്ന് കറങ്ങിത്തിരിഞ്ഞ് വേറൊരു സ്ഥലത്ത് പോയി. അവിടെ നിന്ന് ഞങ്ങൾ കാർ വാഷിന് കൊടുത്തു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങി ഇപ്പം ദാ തിരിച്ച് വീട്ടിലെത്തി. പക്ഷേ നമ്മൾ എൻ്റെ ചേച്ചീൻ്റെ വീട്ടിലേക്ക് പോവാണ്. നാളെ എൻ്റെ ചേച്ചീൻ്റെ ബർത്ത്ഡേ, അതായത് 26 ഏപ്രിലിന് എൻ്റെ ചേച്ചീൻ്റെ ബർത്ത്ഡേ ആണ്. സോ ഇപ്പോൾ ഒന്ന് 12 മണിക്ക് പോയി ഒരു ചെറിയ സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് പത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം. സോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെയും ബൈ ബൈ.